ഈ അഭിനേതാക്കൾക്ക് എന്തിനാണ് ഇത്രയും വലിയൊരു പ്രതിഫലം നൽകുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അഭിനയിക്കാൻ വേണ്ട കഴിവ് അത് വലിയ സംഭവമാണെന്നും അതിനാലാണ് ആ പ്രതിഫലം നൽകുന്നത് എന്നും ഇന്നലത്തെ വീണ ജോർജിൻ്റെ തകർപ്പൻ പ്രകടനത്തോടെ തന്നെ മനസ്സിലായിരിക്കുന്നു. KSU പ്രതിഷേധത്തിനിടെ അദൃശ്യഹസ്തത്തിലൂടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ കഴുത്തിന് ക്ഷതമേറ്റുവെന്ന് മന്ത്രിയുടെ കീഴിലുള്ള ഡോക്ടർമാർ തന്നെ വിധിയെഴുതിയിരിക്കുന്നു. നല്ല അഭിനയത്തിലൂടെയാണ് അതവർ വിജയിപ്പിച്ചെടുത്തത്. KSUക്കാർ മന്ത്രിയെ ആക്രമിക്കുന്നത് പോയിട്ട് അടുത്തു പോകുന്ന ദൃശ്യങ്ങൾ പോലും ആർക്കും കിട്ടിയിട്ടില്ല ഇതുവരെ. കേരളത്തിൻ്റെ പോലീസും കേന്ദ്രത്തിൻ്റെ റെയിൽവേ പോലീസും രാത്രിയും പകലും മുഴുവനും ഇരുന്ന് അരിച്ചു പറക്കിയിട്ടും ഈ മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമേൽപ്പിക്കുന്ന KSUക്കാരെ കണ്ടെത്താനായിട്ടില്ല. ആദ്യം കൈക്ക് പരിക്ക് പറ്റിയെന്ന് പറയാനാണ് അവർ തീരുമാനിച്ചത്. പക്ഷേ കൈക്കുള്ള പരിക്ക് 2 ദിവസം മുൻപേ തന്നെ എല്ലാ ദൃശ്യങ്ങളിലും ഉള്ളതുകൊണ്ട് കഴുത്ത് വെട്ടിയതായി പിന്നെ മാറ്റിപ്പിടിച്ചു. അതിന് ചെറിയ പണിയൊന്നും പോരാ. എത്ര സമയമാണ് ഇങ്ങനെ തുടർച്ചയായി ഒരു വിശ്രമമില്ലാതെ അഭിനയിച്ചത് എന്ന് നോക്കണം. അഭിനയിക്കാൻ പറഞ്ഞിട്ട് സംവിധായകനായ ഷംസീർ അതേ വണ്ടിക്ക് തന്നെ കയറി തിരുവനന്തപുരത്തേക്ക് ഓടിപ്പോയി. പിന്നീട് മന്ത്രി വീണ അനുഭവിച്ച വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. നേരെ ICUവിൽ പ്രവേശിക്കുകയായിരുന്നു. പട്ടുസാരിയും ഉടുത്ത് ICUവിൽ വിറച്ചു കിടന്ന ഒരാളും ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാകില്ല. വയറ്റിൽ കത്രിക കുടുങ്ങിയതിനേക്കാളും കഷ്ടമായി ഈ കാര്യം. പരിയാരത്തെ സ്വാശ്രയ കോളേജ് വരുമ്പോൾ അതിനെതിരെ സമരം ചെയ്ത് 6 രക്തസാക്ഷികളെ ഉണ്ടാക്കിയതിനേക്കാളും ഉപകാരമായിരിക്കുന്നു ആ മെഡിക്കൽ കോളേജ് ഇപ്പോൾ എന്നുള്ളതാണ് സത്യം. കാരണം തനിക്കിഷ്ടപ്പെട്ട എക്സ്റേയും സ്കാനിങ്ങും എടുക്കാം, അതിൽ തനിക്കിഷ്ടപ്പെട്ട റിസൾട്ടും വേണമെങ്കിൽ വരുത്താം. UDFക്കാർ കൊണ്ടുവന്ന ആ പരിയാരം മെഡിക്കൽ കോളേജ് കയ്യൂക്കിലൂടെ പിടിച്ചെടുത്തതുകൊണ്ട് നാടകമെല്ലാം അരങ്ങേറാൻ പറ്റിയൊരു സ്ഥലമായി അത് മാറിക്കഴിഞ്ഞു. PP ദിവ്യ രക്ഷപ്പെട്ടതും ഇതേ പരിയാരം മെഡിക്കൽ കോളേജ് ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള നാടകങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ ശ്രദ്ധ നേടാനും അതൊക്കെ കളി നടത്താനും കണ്ണൂരിലേക്ക് ഓടിപ്പോകുന്നത് എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ICUവിൽ കിടക്കുന്ന വീണ മന്ത്രി ഇനി എന്തു ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. 1 2 അല്ലെങ്കിൽ ഈ കത്രിക പ്രശ്നം ഒന്ന് കെട്ടടങ്ങുന്നത് വരെ ICUവിൽ തന്നെ കിടക്കാം. അതിനുശേഷം പുറത്തിറങ്ങിയേ പറ്റൂ. അതിന് വിടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. യൂത്തന്മാരും KSUക്കാരും വലിയ കലിപ്പിലാണ്. എപ്പോൾ വന്നാലും തടയുമെന്നാണ് മുരളീധരൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ നിരന്തരം റോഡിൽ തടയുന്നതോടെ കേരളത്തിലെ ഏറ്റവും കഴിവുകെട്ട മന്ത്രിയും കുഴപ്പം പിടിച്ച മന്ത്രി എന്ന ജനങ്ങളുടെ വിലയിരുത്തൽ വന്നതോടെ അവർക്കിനി ജയിക്കാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആറന്മുളയിൽ വീണരയുടെ സീറ്റിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനിക്കുകയും അവരുടെ പേര് വരികയും ചെയ്തു. അല്ലെങ്കിൽ മന്ത്രി പരാജയമെന്ന് പാർട്ടി തന്നെ പറയുന്നതിന് തുല്യമായി മാറും. അതുകൊണ്ട് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇനി പുറത്തിറങ്ങി നടന്നാൽ. അങ്ങനെ എല്ലാ വഴിയും അടഞ്ഞ സ്ഥിതിയാണ് ഇപ്പോൾ വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈ കഴുത്തിലെ പരിക്ക് തന്നെ പറഞ്ഞുകൊണ്ട് വിശ്രമ ജീവിതത്തിനായി ആ മന്ത്രിപദം അങ്ങോട്ട് തൽക്കാലത്തേക്ക് ഒഴിയുകയാണ് നല്ലത്. അത് പറഞ്ഞ് മാറി നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതൊരു സഹതാപമായി മാറുകയും ചെയ്യും. അതാണ് പാർട്ടി നേതൃത്വത്തിൽ ചിലരുടെ താല്പര്യവും അഭിപ്രായവും. റോഡിലിറങ്ങിയാൽ നിരന്തരം പ്രതിഷേധമുണ്ടാകുകയും അത് പാർട്ടിക്ക് നിത്യമൊരു തലവേദനയാകുകയും ചെയ്യുമ്പോൾ പാർട്ടി തകർന്നു പോകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി താൽക്കാലിക വിശ്രമത്തിന് അയക്കുന്നതിനപ്പുറം രക്ഷപ്പെടാൻ ഇനി മറ്റൊരു ഓപ്ഷൻ ഇല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഇതാകുമ്പോൾ ICUവിൽ നിന്നും നേരെ ആംബുലൻസിൽ വീട്ടിലേക്ക് പോയാൽ മതി. ഏതായാലും ഇങ്ങനെയൊരു പണി ഒപ്പിക്കാൻ ആദ്യം തന്നെ മുഖ്യമന്ത്രി വിളിച്ച് സംസാരിച്ചു. ഇനി വിശ്രമിച്ചോളൂ എന്ന് പറയാനും മുഖ്യമന്ത്രി വിളിക്കും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ്.